ഹായ്, നമ്മുടെ ഇന്നത്തെ യാത്രയെ മലയാറ്റൂർക്കാണ് കേട്ടോ, കുരിശുമുടി. അപ്പോൾ ആ കാഴ്ച വിശേഷമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. പോയാലോ? ഇവിടെ കാർ പാർക്കിംഗ് അടിപൊളി കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കയറി തുടങ്ങുമ്പോൾ കാണാട്ടോ കച്ചവടക്കാരുടെ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണതുണ്ട്. പിന്നെ അവിടെ സെയിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരുണ്ട് അവിടെ. ഈ ചേട്ടാ അവിടെ ഇരുന്ന് ചീർപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. ഒരുപാട് ആളുകളുടെ കൈയും കാലൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര അവസ്ഥ. അത് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടില്ല. എന്നാലും അങ്ങനെ ചില കാഴ്ചകളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ വളരെ മോശം അവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റിയിട്ടാണ് നമുക്ക്. ഇതേ കിടക്കുന്നുണ്ടില്ല ആൾ. ഞങ്ങൾ മല കയറാൻ പോണത് ഉച്ചയ്ക്ക് 12:30 ആയിട്ടാണ്. നല്ല വെയിലാവുമെന്ന് ചോദിച്ചാൽ, പക്ഷെ അത്ര ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകണ കാരണം, മരങ്ങളുള്ള കാരണം അത്ര വെയിലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കാണ്. ഇവിടെ ഉണ്ട് കപ്പേളുണ്ട്. നമ്മളത് മുകളിൽ പോയി തിരിച്ച് വരുമ്പോൾ കപ്പേള കൂടി വരാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടെ. ഇപ്പോൾ നമ്മൾ മല കയറുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ കേട്ടോ. ഇവിടെ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്. കുത്തനുള്ള കയറ്റങ്ങളും പാറക്കൂട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് വേണം മലയിലെത്താനായിട്ട്. അപ്പോൾ നമുക്ക് യാത്ര അവിടെ നിന്ന് തുടങ്ങാം. ഇനി മുഴുവനായിട്ട് ഇതുപോലത്തെ പാറകളായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പാറയിലൊക്കെ ചവിട്ടി ദൈവമുണ്ട് ആൾക്കാർ പോകണുണ്ടല്ലേ, ഇതേപോലെ വേണം മലയിലേക്കുള്ള നമ്മുടെ കഠിനമായിട്ടുള്ള യാത്ര. വയ്യാത്ത ആൾക്കാരും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സാവധാനം ഒക്കെ പോയാലും മതി. പക്ഷെ ഞങ്ങൾ നിർത്താതെ എവിടെ നിൽക്കാതെ തന്നെ വേഗം പോയി വരാമെന്ന് കരുതിയിട്ട് വേഗം നടന്നു. ഇവിടെ മല കയറാൻ വരുന്ന ആൾക്കാരെ എപ്പോഴും വൈകിട്ടാണ് വരാമെന്നാണ് പറയണത്. കാരണം വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടുണ്ടാ ഈ പകൽ സമയത്ത് വരുന്നത്, ഉച്ച സമയത്ത് വരുന്നത്. ഞാൻ മുന്നൊക്കെ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളാണ്. പിന്നെ ഇവിടെ ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളം കരുതിയില്ലെങ്കിൽ ഈ പള്ളി വക വെള്ളത്തിൻ്റെ പൈപ്പുകളൊക്കെ ഇട്ടുണ്ട്, മിനറൽ വാട്ടർ പ്യൂരിഫൈ ചെയ്തത്. പക്ഷേ അല്ലാണ്ട് ബോട്ടിൽ മേടിക്കണമെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തണം. നമ്മൾ നടന്നിട്ട് 1-ാം സ്ഥലം പോലും എത്തിയിട്ടില്ല കേട്ടോ. 1-ാം സ്ഥലത്തെത്തണം. 1-ാം സ്ഥലം എത്തുമ്പോഴേക്കും നമ്മളൊരു പരിവാകും. പിന്നെ ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ മല കയറി കയറ്റം കയറി കല്ലുമുള്ളൊക്കെ ചവിട്ടി കഴിയുമ്പോൾ 1-ാം സ്ഥലം എത്തും. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഇവിടെയാണ് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം. ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഇവിടുത്തെ വിശ്വാസികൾ ഇവിടുന്ന് പോവുക. ആദ്യത്തെ 1-ാം സ്ഥലം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് പിന്നെ ഒരു ചെറിയൊരു ഭണ്ണാരം പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭണ്ണാരാണോ അല്ലെങ്കിൽ മെഴുകുതിരി ഇടണതാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതാണ് പിന്നെയുള്ളത് കുരിശ്.
ഇതിനെന്തോ ഐതിഹ്യമുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാം സ്ഥലത്തേക്ക് ഇവിടെ നമുക്ക് അധികം ദൂരമില്ല കേട്ടോ. പിന്നെയുള്ളതൊക്കെ നമുക്ക് അടുത്തടുത്തായിട്ടാണെന്നാണ് നമുക്ക് കാണാൻ പറ്റും. എല്ലാം അധികം ലോങ് വരുന്നില്ല. ഫസ്റ്റ് സ്ഥലത്തേക്ക് എത്താൻ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ട്. ഇവിടെ ഈ വർഷം തൊട്ടന്ന് ഞാൻ കണ്ടുവന്ന കേട്ടോ, ബംഗാളി ഒറീസ ഉള്ള ആൾക്കാരില്ലേ, ഇതിൽ വന്നിട്ടുള്ളത് 30% ആൾക്കാരും അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരില്ലേ, അവർ കാഴ്ച കാണാനും പിന്നെ വിശ്വാസമായിട്ട് തന്നെ അവരിവിടെ വരുന്നുണ്ട് കേട്ടോ. അവർ ഹിന്ദിയിലും ബംഗാളിലൊക്കെ ആ ഭാഷയിലൊക്കെയാണ് അവർ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. കുട്ടികൾക്ക് ക്ഷീണമൊന്നും കാണാനില്ല കേട്ടോ, പക്ഷെ വലിയ ആൾക്കാരാണ് ആകെ വയ്യാതെ മാറിയിരിക്കുന്നത്. ഇവരിങ്ങനെ ശരിക്കും സുഖമായിട്ട് ചാടി കയറി പോകുന്നുണ്ട്. ഈ പാറക്കൂട്ടങ്ങളുടെ കൂടെ പോണാറിനെ വഴിക്ക് വീഴാനുള്ളൊക്കെ സാധ്യത ഏറെ കൂടുതലാണ്. ഒരുപാട് ആൾക്കാർ വീഴുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുന്നിൽ തന്നെ കണ്ടു കേട്ടോ ഒരുപാട് ആൾക്കാർ വീഴുന്നത്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ ശ്രദ്ധിച്ച് വരണം. പിന്നെ വടി കുത്തി പോകാനായിട്ട് അടിയിൽ വടി ഉണ്ട് കേട്ടോ, അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വടി കുത്തി വരികയും ചെയ്യാം. ഇവിടെ വെള്ളം ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 200-300 മീറ്റർ കഴിയുമ്പോഴൊക്കെ അങ്ങനെ അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തോമാസ് ലീഹയാണ് കേട്ടോ ഇവിടുത്തെ പള്ളി നിർമ്മിച്ചതെന്നാണ് പറയുന്നത്, നമ്മുടെ യേശുവിൻ്റെ. ഇവിടെ എല്ലാവരും വിളിച്ച് ശരണം വിളിച്ചിട്ട് പോവുക. ശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യന് കുരിശ് മുത്തപ്പോ പൊന്മലക്കയറ്റം എന്ന് പറഞ്ഞിട്ട്, അത് സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം വരുവാകും. അപ്പോൾ നമ്മൾ വിളിച്ച് പോവും, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം. നമ്മുടെ മുത്തപ്പൻ്റെ പള്ളിയിലേക്ക് എത്തണമെങ്കിൽ അടിവാരം താഴ്ത്തുനിന്ന് 1300 അടി ദൂരം ഉണ്ടെന്നാണ് പറയേണ്ടത്. 1300 അടി ഹൈറ്റിലാണ് നമ്മുടെ പള്ളി ഇരിക്കുന്നതെന്നാണ് ഇവിടെ താഴ്ത്ത് പറഞ്ഞത്. ഇതുപോലെ കാണുന്ന 14 സ്ഥലങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ പള്ളി തൊട്ടാൽ നമ്മുടെ മുത്തപ്പൻ്റെ പള്ളി. അങ്ങനെ നമ്മൾ 14ാമത്തെ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴ്ത്തുനിന്ന് കുരിശൊക്കെ ചുവന്ന് കൊണ്ടുപോട്ടാ ആൾക്കാർ. ചെറിയ കുരിശ് പറ്റണ ആൾക്കാർക്ക് നമുക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്ന പോലത്തെ ചെറിയ കുരിശുകൾ, പിന്നെയുള്ളത് വലിയ കുരിശ്. അതിങ്ങനെ ഒരു ടീമൊക്കെ ആയിട്ടാണ് വരട്ടെ. KCMത്തിൻ്റെ പള്ളികളിൽ നിന്ന് 10 ആൾ 20 ആളൊക്കെ വലിയ വലിയ കുരിശുകൾ ഇവിടെ കൊണ്ടുവരുന്ന കാണാം. നമ്മൾ റോട്ടിൽ കൂടെ വരുമ്പോൾ കാണാം കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുരിശ് വന്ന് വരുന്നത്. മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ കുരിശുകൾ താഴ്ത്തുനിന്ന് ചുവന്ന് ഈ തോളിലൊക്കെ വെച്ചിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ ചെറിയ സ്നാക്സ് എങ്കിലും കരുതണം കേട്ടോ. കാരണം അത്രമാത്രം നമുക്ക് ടയേർഡാവും.
പിന്നെ മുകളിലെത്തി കഴിഞ്ഞാൽ അങ്ങനത്തെ വലിയ നമുക്ക് അത്ര ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടാൻ സാധ്യത കുറവായിരിക്കും. പള്ളി സ്റ്റാളുണ്ട്, എന്നാലും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കരുതുന്നത് നല്ലത്. കണ്ട, ഇതാണ് 14ാമത്തെ സ്ഥലം കേട്ടോ. ഈ കാണുന്ന കുരിശുകൾ ഈ വർഷത്തെയാണോ അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ കൊണ്ടുവച്ചതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് കുരിശുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരേ പള്ളികളിൽ നിന്ന് ഒരേ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുരിശുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ കാണുമ്പോൾ ഒരു മാർത്തോമ മണ്ഡപം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, തോമാസ് ശ്ലീഹാരെ. ഇവിടെ വലിയൊരു ട്രയൽ നേർച്ച വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയും പിന്നെ കുരുമുളക് അങ്ങനെ 2-3 ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഒരു നേർച്ച. അത് കഴിഞ്ഞ് നേരെ പുറകിൽ വന്ന് അങ്ങനെ സന്നിധി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഇത് കാണാം. അത് കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ നോക്കി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം കാണാൻ പറ്റും. കാഴ്ച കാണാൻ ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് അതും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. മലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, താഴ്ത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ച. മുന്നൊക്കെ നമുക്ക് ഗ്രില്ലടിച്ചല്ലേ, കമ്പിടിച്ചത്, അവിടെ വരെ പോകാൻ സാധിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്, സുരക്ഷയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് വിടണില്ല. അപ്പോൾ ഇവിടെ നിന്നും നമുക്കിങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ല അടിപൊളി കാഴ്ച കിട്ടും. മാർത്തോമ മണ്ഡപത്തിൻ്റെ പുറകിലായിട്ടാണ് കേട്ടോ നമ്മുടെ ആനകുത്തിയ പള്ളി. അവിടെ ഇത് തൊടാതിരിക്കാനായിട്ട് ചില്ലിലൊക്കെ വെച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുർബാന സമയം, പ്രധാനപ്പെട്ട ദിവസങ്ങൾ എല്ലാം തന്നെ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. അത് കഴിഞ്ഞ് താഴ്ത്തിക്ക് ഇറങ്ങാം. അപ്പോൾ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സൂപ്പർ കാഴ്ച കാണാം കേട്ടോ. ഇവിടെ നല്ല വെയിലുണ്ട്. ഒരു 2 മണി സമയമാണ്, 2 മണി 3 മണി ആയിട്ടുണ്ട്. പക്ഷേ ആ വെയിൽ നമുക്കറിയില്ല കേട്ടോ, നല്ല കാറ്റാണ് ഒന്നാമത്തിൽ. അതുകൊണ്ട് ആ കാറ്റ് കിട്ടണ കാരണം നമുക്ക് വെയിലിനെ നമുക്ക് അത്ര എഫക്റ്റ് ചെയ്യണില്ല. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. മുന്നേ വന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൽ വെള്ളമില്ല. വേസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്, എന്തോ അറിയില്ല, ബക്കറ്റുകളൊക്കെ ഇടുന്നുണ്ട്. വെള്ളം ഉണ്ടാവാറുണ്ട്. ഇവിടെയാണ് കുർബാന നടക്കുന്ന സ്ഥലം, പള്ളി. കുർബാന നടക്കുന്നുണ്ട്. ചെരുപ്പ് കോരിട്ട് വേണം അവിടെ കയറാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു കുരിശ് വെച്ചിട്ടുള്ളൊരു സ്ഥലം കാണാം. അതിന് പുറത്തേക്ക് ഇറങ്ങാം, നമ്മൾ താഴത്തേക്ക് ഇറങ്ങണണ്ട. ഇനി നമ്മൾ പറയുന്നത് കഴിയാണ്. പിന്നെ വലിയൊരു ഇവിടെ ഒരു കുട്ടിമരം കാണാം. ഇവിടെ കാൽപാദം ഉണ്ട് കേട്ടോ. അത് ആരെയാണെന്നറിയില്ല, തോമാസ് ശ്ലീഹാരെയാണെന്നറിയില്ല. അവിടെ ഒരു കാൽപാദം വെച്ചിട്ടുള്ളത് കണ്ടു. മലയാറ്റൂർ മുത്തപ്പൻ്റെ പള്ളിയിൽ വരുമ്പോഴേ കയറാനാണോ ഇറങ്ങാനാണോ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വരിക, വെള്ളമൊക്കെ കയ്യിൽ കരുതുക, സമാധാനമായിട്ട് ഇറങ്ങി പോവാം. അപ്പോൾ അങ്ങനെ മലയാറ്റൂർ പള്ളിയിലെ കാഴ്ചയും വിശേഷങ്ങൾ കണ്ടില്ലേ. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.